ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗായ്സ്. അപ്പം ഞാൻ ഇന്ന് പൂർവാധികം ശക്തിയോട് കൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. പിന്നെ ഇന്നൊരു പ്രത്യേക ദിവസമാണ്, സാധാ ദിവസമൊന്നുമല്ല, ഒരു പ്രത്യേക സുദിനമാണ് ഇന്ന് കടന്നു വരാൻ പോകുന്നത്. എന്താണെന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ ഗായ്സ്, എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഫസിക്കാക്ക് ഇങ്ങനെ കിളവനായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫസിക്കാക്കിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗായ്സ്. അപ്പോൾ എല്ലാവരും കൈ കൊട്ടി പ്രോത്സാഹിപ്പിക്കുക. എത്ര വയസ്സാണ്, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഞാൻ ഫസിക്കാക്കിനോട് തന്നെ ചോദിച്ചിട്ട് സെറ്റാക്കി തരാം. സംഭവങ്ങളൊക്കെ വഴിയെ സെറ്റാവുന്നതാണ്. ഐ ആം സോ എക്സൈറ്റഡ്. അപ്പം നമുക്ക് ഭയങ്കര ഒച്ച ഉണ്ടെന്ന് തോന്നില്ലേ? നല്ല ഒച്ച ഉണ്ട്. എൻ്റെ വീട് റോഡ് സൈഡിലായിരുന്നു, നല്ല ഒച്ചയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് മാറിക്കാം. അപ്പം ഞാൻ കുറച്ചധികം സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഫസിക്കാക്ക് പതിവ് പോലെ മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഞാനെന്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഐ എം എ മൈൻഡ് റൈറ്റ്. ഫസിക്കാക്ക് അങ്ങനെ വിചാരിച്ച് വെച്ചതിനെ കുറിച്ച്. പക്ഷേ ഐ എം നോട്ട് ലൈക്ക് ദാറ്റ് ഷീറ്റ്. ഓക്കെ, ഞാൻ അടിപൊളിയാണ്. ഞാൻ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസിക്കാക്കിൻ്റെ അടുത്ത് പോയിട്ട് സർപ്രൈസ് ചെയ്യാം. സമയം ഇവർ രണ്ടാളും ഇവിടെ എത്തിയിട്ടോ. അയ്യോ പനി ഇതാണ് കേട്ടോ ഞാൻ ഫസിക്കാക്ക് വാങ്ങിയ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ഫസിക്ക. അപ്പൊ ഇതാണ് ഫസിക്കാക്കിന്റെ കേക്ക്. നമുക്ക് ഇത് കൊണ്ട് പോവാം, കട്ട് ചെയ്യാം, ഇതിലൊതുക്കി എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് വേണോ അതിന്ന് പീസ് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഞാൻ എല്ലാവർക്കും തന്നിന്. അപ്പൊ ഫസിക്കാക്ക ഇനിയിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും തരും ഈ കേക്ക്. ഓക്കെ, അപ്പൊ നിങ്ങളെ മരുമോന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ നിങ്ങള് വിഷ് പറഞ്ഞാല് അത് സ്റ്റൈലാക്കാതെ മര്യാദക്കാണ് പറഞ്ഞുകൂടി. എന്റെ നാത്തൂന് പറഞ്ഞിട്ട്. അപ്പം ഫസിക്കാക്കിന്റെ ബർത്ത്ഡേ ആണ്, ഒരു വിഷ് പറഞ്ഞോളി. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ എല്ലാരും വാങ്ങി ഫസ്റ്റാക്ക് ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ കേക്ക് എല്ലാവർക്കും തരും കേട്ടോ. ഇപ്പൊ ഞാൻ ഫസ്റ്റാക്കിന് ഒന്ന് സർപ്രൈസ് ചെയ്യും. അപ്പൊ കുഞ്ഞളിയും ഇവിടെ ഉണ്ട്. അപ്പൊ അളിയനൊരു വിഷ് കൊടുക്കണ്ടേ? അളിയാ വിഷ് കൊടുക്ക. അളിയൊക്കെ അളിയാ തീട്ടി വിളിച്ചിരിക്കണ്. അപ്പൊ നമുക്ക് ഈ കേക്കും കൊണ്ട് പോവാം. റിയോന്റെ വകി ബർത്ത്ഡേ വിഷ് ഉണ്ട് കേട്ടോ ഫസി. അപ്പൊ നമുക്ക് പോകാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ഫസിക്ക, ഹാപ്പി ബർത്ത്ഡേ ഫസിക്ക, ഹാപ്പി ബർത്ത്ഡേ ഫസിക്ക. ഫസിക്ക ഇത് തുറക്കേ. ഫസിക്കാക്കിന്റെ ബർത്ത്ഡേ അല്ലേ? കേക്ക് കത്തി അതിന്റെ മുകളിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഇട്ടാളാ, ലൈറ്റ് ഒക്കെ ഇട്. ഇവിടെ നിന്ന് തിന്നണ്ട, കുട്ടീനെ കുറുമ്പടിക്കും. ഇവിടെ നിന്ന് ചെയ്തോ. ശരി. താങ്ക് യു. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേക്കൊന്നും, എന്നാലും കുഴപ്പമില്ല. മുറിച്ചോ. താങ്ക്സ്. കിളവനായില്ലേ, മുറിച്ചാ. കിളവൻ മുറിച്ചാള്. ഈ ബർത്ത്ഡേക്ക് തീരെ ഇഷ്ടമല്ല. ഇതൊന്നും ഞാൻ മുറിച്ച് ആഘോഷിക്കില്ല. അതിനോട് ഞാൻ സോറി. ഞാൻ മുറിച്ചോ. തന്തയിക്കില്ലേ? തന്തവൈബ് ഓൾറെഡി താല്പര്യമില്ല. ഈ ബർത്ത്ഡേക്ക് താല്പര്യമില്ല. ഈ മുറിച്ചോ. എനിക്ക് വേണ്ടിട്ട് വേണ്ട ഞാൻ മുറിക്കില്ല. സ്വന്തം ബർത്ത്ഡേ സ്വന്തമല്ലേ ആഘോഷിക്കുക. പക്ഷെ ഈ ഒരു വയസ്സ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓൾ വയസ് ഐ ആം 30 now. Happy birthday to you. അല്ല, കേക്ക് മാത്രമേ ഉള്ളൂ, ഗിഫ്റ്റ് ഒന്നും ഇതന്നെ ഭയങ്കര പ്രഷ്യസ് അല്ലേ? ഞാൻ ഈ പ്രഗ്നൻസി ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈ കേക്ക് തന്നെ എങ്ങനെ ഒപ്പിച്ച് കാർഡൊക്കെ എടുത്തൂട് കേക്ക്. ആദ്യം ഫസ്റ്റാക്കുന്നു. അത് ഞാനൊന്ന് അറിയില്ല. ഈ ബക്ക് കൊടുക്കാൻ പോയി ചെറിയ കഷ്ണം. ഇപ്പൊക്കെ അങ്ങനെ ഷുഗർ ഒന്നും കൂട്ടാൻ പാടില്ല. ഷീസ് എ ന്യൂ മോം. കളവൻ സത്യം കളവൻ വൈബ് അയക്കണ്. ഇപ്പൊ കളവൻ വൈബ് അയക്കണ്. ഞാന് കൊറേ കാലം ബാർബർ ഷോപ്പ് പോയിട്ട് ഇവിടെ അതിനെ കൊണ്ടേ അല്ല, ലുക്ക് അല്ലായിരുന്നു, സ്വഭാവമാണ്. അതിന് ബാർബർ ഷോപ്പ് പോയിട്ട് കാര്യമില്ലല്ലോ. ഈ പോണ മെന്റൽ ഹോസ്പിറ്റലിൽ പോവാ. അവിടെ സ്ഥലമില്ല കേട്ടോ. എന്റെ സർട്ടിഫിക്കറ്റോ നീ തന്നാൽ തരില്ല. എനിക്ക് പുതിയ തന്നെ ഇറക്കണം. തരുന്നോ? ഹിബ റെക്കമെൻഡ് ചെയ്തോ മെന്റൽ ഹോസ്പിറ്റലിന്. കുതിരവട്ടത്ത് ഹിബക്ക് ഭയങ്കര ഹോൾഡാ.
യെസ് ഐ ആം വെരി ഹോൾഡഡ്. ആർക്കെങ്കിലും അവിടെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ആണെങ്കിലും ഇവനെ വെച്ചാൽ മതി. കളിയാക്കിയതല്ല. അല്ല ഫസിക്കാണ് എന്റെ ഞാനാണ് ഫസിയെ റെക്കമെൻഡ് ചെയ്തത്. ഇപ്പൊ എന്റെ ഹോസ്പിറ്റലിലെ പേഷ്യന്റ്. ഇപ്പൊ അവിടെ മഞ്ഞ കണ്ണാടിയൊക്കെ വെച്ച് പോണാണ് നമ്മള് മെന്റൽ ഹോസ്പിറ്റൽ. മെസ്സുള്ള ചേച്ചിയൊക്കെ ഹായ് ഹിബ. ഗിഫ്റ്റോ? എന്താ ഭർത്താവുമാര് ഭാര്യമാർക്ക് ഗിഫ്റ്റ് എടുക്കല്, തിരിച്ചെടുക്കൂല. ഇതോ പല്ലേ കാണിച്ചു മാവിന്റെ അല്ല പണ്ടത്തെ പൂർവികർ തേച്ചത് പല്ലിങ്ങനെ. എങ്ങനെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഫസ്റ്റാക്ക് ഇങ്ങനെ സ്പെഷ്യൽ ആക്കി അങ്ങനെ ഒന്നും തരൂല. ഞാനൊരു കോണ്ടസ്റ്റ് വെച്ചിട്ടുണ്ട്, ട്രഷർ ഹണ്ട് ചെയ്തിട്ട് ഗിഫ്റ്റിനെ പിടിക്കുക. ഓക്കെ, എവിടെയാണല്ലേ? ഇവിടാണോ പുറത്താണ് ട്രഷറിലെ? അതൊന്നും പറയില്ല, ഞാൻ ക്ലൂ തരാം. ക്ലൂ തരും. ഓക്കെ. അപ്പൊ ഇപ്രാവശ്യം ഫസ്റ്റാക്ക് വെറുതെ ഒന്നും സമ്മാനം ഞാൻ കൊടുക്കാൻ വിചാരിച്ചില്ല. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്മാനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റാക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ സമ്മാനങ്ങൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കണേ. അപ്പൊ ഈ പ്രാവശ്യം ട്രഷർ ഹണ്ടാണ്. ട്രഷർ ഹണ്ടിന് വേണ്ടിട്ട് പാത്രം ഉണ്ടോ ഇതിന്റെ ഉള്ളിലാണ് ഞാൻ സെറ്റ് ആക്കിയത്. ഇതെന്ത് പാത്രമാണ്? ഈ പണ്ട് വല്യമ്മമാര് മൂത്രയിക്കാൻ വേണ്ടി കൊണ്ടുപോകണം ആ സാധനമാണ് ഇത്. നോക്ക്, നമ്മള് പണ്ട് വല്യമ്മമാർക്ക് കോളാമ്പി അതുപോലെ ഉണ്ട്. മൂത്രം ഒഴിക്കുന്ന ഒരു സാധനമില്ല, എന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് ഓവന്റെ ഉള്ളിൽ വെക്കണ പാത്രം. ഓവർ കളിക്കല്ലേ, ചീപ്പ്. അതിന് ഓരോന്ന് എടുക്കുക. അതില് ക്ലൂസ് ചെയ്തിട്ടുണ്ട് ഇതില്. ഈ ക്ലൂസ് വെച്ചിട്ട് ഹണ്ട് ചെയ്യണം, മനസ്സിലായി? ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യത്തെ സാധനം എടുത്തോ. ഫസ്റ്റ് ഇപ്പൊ തന്നെ എടുക്കാം. കുൽക്കണോ? കുൽക്കാനല്ല, ഇത് കുൽക്കാനാ. ചളിയാവല്ലേ ഞാൻ മലയാളത്തിൽ എഴുതിയ മനസ്സിലാവുന്നത്. ഞാൻ മലയാളിയാ അല്ല, ഇംഗ്ലീഷിൽ എനിക്ക് എഴുതാൻ അറിയില്ല. ഓക്കെ ഗൈസ്, ഈ ബന്ധം എഴുതിയിട്ടുണ്ട്. ഇത് എത്ര സെക്കൻഡിൽ എടുക്കണോ? 1 മിനിറ്റ് ഉണ്ടാവും അല്ലേ? ഓ, ഫോർത്ത് ഗിഫ്റ്റാ? ഓക്കെ, ഫോർത്ത് ഗിഫ്റ്റ്. ഞാൻ 12 ഗിഫ്റ്റ് ആണ് ഒരുക്കിയത്, ഓരോ കൊല്ലത്തിലുള്ള ഗിഫ്റ്റ്. ഞാനൊക്കെ ലാസ്റ്റ് അൺബോക്സ് ചെയ്തോളാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇത് കണ്ടുപിടിക്കട്ടെ, എന്നാലും എനിക്ക് അൺബോക്സ് ചെയ്യാൻ ഇത് കിട്ടും. അപ്പൊ രണ്ടാമത്തെ ഗിഫ്റ്റ് ഇതാ. അടുത്തെടുക്കാണ്. അടുപ്പിന്റെ മോഡേൺ വേർഷൻ ആണ് ഞാൻ. ഓവൻ അറിയില്ല, അടുക്കളയിലാ ആയിരിക്കാം, അല്ലാതിരിക്കാം. അടുപ്പിന്റെ മോഡേൺ വേർഷൻ ഗ്യാസ്. നോക്കിയേക്കാം. ഇവിടെ ആരില്ലല്ലോ. ഹണ്ട് ചെയ്യണം ഫസ്റ്റ്. ഹോണ്ട് ഇതിന്റെ ഉള്ളിലാണ് വെച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചത്. അതാരെങ്കിലും അത് ചൂടാക്കിണെങ്കിൽ അത് ഫ്രൈ ആയി പോയത്. കിട്ടിയില്ലേ? എന്താണ് ഓവന്റെ ഉള്ളിൽ എൻ്റെ അമ്മങ്ങനെ ഒന്ന് ചൂടാക്കാൻ. അപ്പൊ ഞാൻ അങ്ങനെ ഇതും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അടുത്ത് ഏതാ? വിശാല് ട്രെൻഡോ? വിഷ്വല്. ഓ, വിഷ്വൽ ട്രീറ്റ്. ഞാൻ വിചാരിച്ച സിനിമയുടെ വിശാലിന്റെ എന്തോ ട്രെൻഡിങ് പടായിരിക്കുന്ന വിചാരിച്ച. വിഷ്വൽ ട്രീറ്റ് അന്ന് വിഷ്വൽ ട്രീറ്റ് ആണ് സാറേ. ഓ, ഇത് ആണ് എന്നാണല്ലേ? ഓക്കെ ഓക്കെ, നല്ല സ്ഫുടതാട്ടോ. അതൊക്കെ ആണെന്നുള്ളതിന് എഴുതിയുണ്ടോ? ഓക്കെ, വിഷ്വൽ ട്രീറ്റ് ആണ് സാറേ എന്റെ മെയിൻ. നിങ്ങൾ അത് കണ്ട് ആസ്വദിച്ച് പൈസ കത്തിക്കാണെന്നോ? പൈസ കത്തിക്കും വിഷ്വൽ ട്രീറ്റ് കണ്ടിട്ട്. വിഷ്വൽ ട്രീറ്റ് കണ്ടിട്ട് പൈസ കത്തിക്കേ? TV പിന്നെ വിഷ്വൽ ഭയങ്കര തന്നെ മോനെ. വിഷ്വൽ ട്രീറ്റ് കണ്ടിട്ട് പൈസ ഇവിടെ കത്തിക്കല് ടിവിയില്. നമ്മള് കറണ്ട് ബില്ല് കത്തിക്കൂലേ? ഓ മോനെ, ഭയങ്കര തന്നെ ഗൈസ്. അപ്പൊ 6 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഫസിക്കാക്ക് വേണ്ടി ഞാൻ ഒന്നെടുക്കാം. ഓക്കെ, എടുത്തോ.
ഒന്ന് ഹിബക്ക് എടുക്കാം. പ്രേതം ഉണ്ടാകും താഴെ, നോക്കണ്ട, റൂമിൽ നോക്കിക്കോ, ഞാൻ ഒളിച്ചിരിക്കും. കട്ടില് അല്ല, ആണ്. കിട്ടി 3 നമ്പർ കിട്ടിയിട്ടുണ്ട്. ഓളൊരു റൂമിൽ ഒളിച്ചിരിപ്പിട്ട് താഴെ കട്ടിന് താഴെ പ്രേതാണല്ലോ ഉണ്ടാവുക. അവിടെ കുറെ പൊടി ഉണ്ട്, അതൊന്ന് അടിച്ചു തരണം. നമുക്ക് രണ്ടൊക്കെ അടിച്ചു തരാം കുറച്ച് കഴിഞ്ഞു കേട്ടോ. പ്രേതം പണ്ട് മുതലേ സിനിമയിലൊക്കെ പ്രേതം താഴ്ന്ന വെക്കല്. പിന്നെ 4 കാലുള്ള പലകന്റെ അടിയിലുണ്ട് എന്നൊക്കെ. അല്ല ഇപ്പം പ്രേതല്ലേ, കട്ടിന് താഴെ, കട്ടിന്റെ മേലെ തന്നെ ഉണ്ടാവും. ഇന്റെ അടുത്തുണ്ടാ അങ്ങനെ ചെയ്തണ്ടേ, പസിക്കയുടെ അടുത്ത് കളവനായിട്ട് ചളി അറിഞ്ഞോടുക്ക ഗിഫ്റ്റ് എടുത്ത് ഇന്ന അറിഞ്ഞ. അടുത്ത കിട്ടിയിട്ടുണ്ട് ഗൈസ്. 4 ചക്രം ഉണ്ടെന്നാൽ സാധനവും വാങ്ങാം, തെണ്ടി നടക്കുകയും ചെയ്യാം. തെണ്ടിക്കലാണ് എന്റെ മെയിൻ പരിപാടി. ഓക്കെ, കാറ്. സംഭാഗ്യ തരിക 4 ചക്രം. ഇവിടെ കുറെ 4 ചക്രമുള്ള സാധനം. സാധനം കിട്ടി. ഇവര് ഏറ്റവും അടിയിലാ കൊണ്ട് വെച്ചല്ലേ. എന്തൊരു വലിയ ക്ലൂ ആ, കുറച്ച് ടഫ് ഒക്കെ തരണ്ടേ. അപ്പൊ അത്യാവശ്യം ബുദ്ധിയുള്ള ആളാന്ന് അറിഞ്ഞൂടെ. ബ്ലഡി ഫുൾ. ഓ ഗൈസ്, അപ്പൊ ഇതാ നമ്മളെ ഈ ആരമോള് ഇതാ ഇവിടെ ഉണ്ട് അല്ലേ. ഇനി ചെറിയൊരു മിൽക്ക് ബ്രേക്ക് ആണല്ലോ ഹിബ. മിൽക്ക് ബ്രേക്ക്. അടുത്ത് എടുക്കണോ? എടുക്കട്ടെ. അന്നെ എടുക്കാനാ അടുത്ത? എന്താ ഗൈസ്, അടുത്ത കിട്ടി. ഇത് ചിരവാത്ത ഒരു ഉമ്മമാരുണ്ടാവില്ല. ബാക്കിൽ ഞാനൊരു സസ്യം ആണ്. ബട്ട് ഞാനൊരു സസ്യമാണ്. താഴെ പുല്ലുണ്ട്. സ്റ്റൈലിഷ്. ഇത് ചിരവില. ചിരവാത്ത ഉമ്മമാരുണ്ടാവില്ല. ബട്ട് ഞാനൊരു സസ്യമാണ്. താഴെ പുല്ലുണ്ട്. സ്റ്റൈലിഷ്. ഓ തെങ്ങ് ഗൈസ്. ഓ മോനെ തേങ്ങ ഉദ്ദേശിച്ചല്ലേ? അതെ, തേങ്ങ ചിരവില്ല. ചിരവ്. തേങ്ങ ചിരവാത്ത ഉമ്മമാരുണ്ടാവോ? ഇനിയിപ്പോ മൊത്തം എന്റെ പറമ്പിൽ എത്ര തെങ്ങ ഉള്ള നമ്മളെ വീടാ. സ്റ്റൈലിഷ് പുല്ലുണ്ട്. സ്റ്റൈലിഷ് പുല്ലുള്ള തെങ്ങ് മാത്രം നോക്കിയാ മതി. ഓ ഇതാണോ സ്റ്റൈലിഷ് പുല്ല്? പുല്ലിനെ അപമാനിക്കരുത് കേട്ടോ, പറഞ്ഞില്ലേ വേണ്ട കേട്ടോ. പുല്ലേ, ഇതാണ് സ്റ്റൈലിഷ് പുല്ല്. പുല്ല് എന്നോട് ചോദിക്കൂ, ഇതാണ് സ്റ്റൈലിഷ് പുല്ല്. അപ്പൊ ഈ പുല്ലൊന്നും കണ്ടിട്ടില്ല അല്ലേ? 5 കൊറേ സമ്മാനുണ്ട്. ഇത് ഇങ്ങോട്ട് എന്നാ പോരെ ബോസ്, ഓരോ കളിയായിട്ട് നോക്കാം. പണ്ട് പലഹാരമൊക്കെ ഇവിടെ നിന്ന് കുറേ കട്ട് തിന്നിട്ടുണ്ട്. മറക്കില്ല ഞാൻ ഈ സ്ഥലം. ഇവിടെയാണ് എല്ലാം ശേഖരിച്ച് വെക്ക. സ്റ്റോർ റൂം ആവും അല്ലേ? ബൂസ്റ്റ് കുറച്ച് തിന്നാലോ? കട്ട് തിന്നാനല്ല പറഞ്ഞേ. 5 ഉണ്ട്. 5 ഇടുക്ക്. അടുത്തത്, ഞങ്ങൾക്ക് ഇതില്ലാണ്ടേ പറ്റില്ല. യാരക്ക് മെയിൻ എസെൻഷ്യൽ. ഞങ്ങൾക്ക് ഇതില്ലാണ്ടേ പറ്റില്ല. യാരക്ക് മെയിൻ എസെൻഷ്യൽ. അണ്ടർവെയർ. ഞങ്ങൾക്ക് ഇതില്ലാണ്ടേ പറ്റില്ല. സ്നഗ്ഗി, പാമ്പേഴ്സ്. ഞങ്ങൾക്ക് ഇതില്ലാണ്ട് പറ്റില്ല പറഞ്ഞാൽ നമ്മളിപ്പോ സ്നഗ്ഗി ഇടല്ലോ. ആരാ ഇടല്? ഓള്. അപ്പൊ ഓള് തന്നെ ആയിരിക്കൂലേ? അല്ല, ഞങ്ങൾക്ക് ഇതില്ലാണ്ട് പറ്റില്ല പറഞ്ഞാൽ ഈ നമ്മള് രണ്ടാളും സ്നഗ്ഗി ഇട്ട് നടക്കുന്നില്ലല്ലോ. സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഇതില്ലാണ്ടേ പറ്റില്ല. യാരക്ക് മെയിൻ എസെൻഷ്യൽ. അപ്പൊ എന്റെ ചോദ്യം മിസ്റ്റർ, നമ്മള് ഇത് ഇടാറുണ്ടോന്ന് നമ്മൾ ചോദ്യം പറഞ്ഞില്ലേ യാരന്റെ ആടെന്ന്. ഞാൻ കറക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു നമ്മള് സ്നഗ്ഗി ഇടരുത്. ബ്ലാഡി ഈ റൂമിലാ? ആ റൂമിലല്ല, മാറ്റിന. ഓഹോ ഓ, ഞാനെന്റെ മെയിൻ എസെൻഷ്യൽ ഇതാവും മിക്കവാറും. സ്റ്റഗ്ഗിന്റെ ഉള്ളിലാക്കി വെച്ചൂടേനോ? മോനെ
കോളടിച്ചൊരു ഭാര്യന്റെ ഇത്രയൊക്കെ കിട്ടാന്ന ഭാഗ്യമാണ്. തീർത്തു ഇനിയിപ്പോ 4 കൂടെ ഉള്ളു. ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഇതെല്ലാം അടിപൊളി ഗിഫ്റ്റ് ആണ്. ഇതും അടിപൊളിയാണ്. ഒരു ഭാര്യ ഉള്ളപ്പോ തന്നെ 12-15 ഗിഫ്റ്റ് അപ്പൊ കിട്ടും. അപ്പൊ 2 ഭാര്യ ഉണ്ടെങ്കിൽ 2 ഭാര്യ ഉള്ളവർക്ക് ഒരു ബാഗ്. ഓക്കെ അതന്നെ കേട്ടെ. യാരിന്റെ ദേവതേ ഡ്രസ് കൊട്ടയോ അതോ സാധാ കൊട്ടയോ? എന്താ പാട്ടാ? യാരിന്റെ ദേവതേ ഡ്രസ് കൊട്ടയോ അതോ സാധാ കൊട്ടയോ? മനസ്സിലായില്ല. ഡ്രസ് കൊട്ടയോ അതോ സാധാ കൊട്ടയോ? ഡ്രസ് കൊട്ടയോ അതോ സാധാ കൊട്ടയോ? മനസ്സിലായില്ലേ? ഓരോ ക്ലൂ ഉണ്ട്. ഇതൊക്കെ എന്ത് ക്ലൂ ആ? ചെറിയ മറ്റേ ബാലരമ കളിക്കുടുക്കലുണ്ടാവും ഇതിൽ അടിപൊളി ക്ലൂ. ജാമ്പക്ക അടുത്തെടുക്ക്. തുന്നലൊക്കെ പിന്നെ ഞാനാണ് നിന്റെ ആദ്യത്തെ മോൾ, മറക്കരുത് എന്നെ, ഞാൻ വേദനിപ്പിക്കും അടുത്ത് വന്നില്ലേ. റിയോ റിയോ അറിയില്ല. ഓടേ ഞാനാണ് നിന്റെ ആദ്യത്തെ മോൾ. ഞാൻ കാര്യം പറട്ടെ, എനിക്ക് ആകെ ഒരു മോളല്ലോ. എനിക്ക് മൂകാംബിക്കയിൽ വേറെ പെണ്ണുങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ കഥയിൽ ചോദ്യമില്ല. വേഗം പോയി തപ്പു. ഇവിടെ ചാമ്പക്ക് നിന്നാണ്. അത് ഈ എണ്ണത്തിൽ ഞാൻ എണ്ണിട്ട് പിന്നെ ഒന്ന് എക്സ്ട്രാ വന്നു. പക്ഷെ അതിൽ എണ്ണിട്ട് എക്സ്ട്രാ ഇല്ല. എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ 1-ൽ 2 കൂടെ വെച്ചാലേ എനിക്കെന്താ മനസ്സിലായി? എനിക്കറിയില്ല. നോക്കി നോക്കാം ഗൈസ്. എന്ത് 2 ഒരേപോലെ വെച്ചാൽ എന്താ ചെയ്യാ? എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടണം. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ്. കൊറേ ഗിഫ്റ്റ് ഉണ്ട്. കുറച്ചൊന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാനുണ്ട്. ഇനി 2 കൂടെ ഉള്ളു. മമിത ബൈച്ചുവിന്റെ ലൈറ്റ് ആണ് ഞാനോ? മമിത ബൈച്ചുവിന്റെ ലൈറ്റ് ആണ് ഞാൻ. ഇതാണ് നമ്മളെ മമിത ബൈച്ചുവിന്റെ ലൈറ്റ് കേട്ടോ. അടിയോളാക്കി. മമിത ബൈച്ചുവിന്റെ ലൈറ്റ് ആണ് ഞാൻ. ഇതല്ല ഗൈസ് ലാസ്റ്റ് ഗിഫ്റ്റ്. ഇതിലെന്തായാലും ബമ്പർ സമ്മാനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാദരക്ഷക്ക് ഞാനാണ് ബെസ്റ്റ് ഓപ്ഷൻ വിത്ത് സ്റ്റോറേജ് ഓഫ് വാദം. ഇത് നിങ്ങൾ നോക്കിയത് പാദാണോ? ഞാൻ ഉറക്കത്തിൽ എഴുതി. സ്റ്റോറേജ് ഓഫ് പാദം എന്താ? സ്റ്റോറേജ് ഓഫ് പാദം എവിടെ? കാല് സ്റ്റോർ ചെയ്ത് വെക്കലാ? അല്ല, ചെരുപ്പ്. മോർച്ചറിയിലാണോ? ചെരുപ്പ് സ്റ്റോറേജ്. ചെരുപ്പ്. ഓ ഷൂറാക്ക്. എന്റെ മൂത്രസഞ്ചി കൊണ്ടേ അല്ലമ്പ് സാധനം. എന്ത് സാധനമാണ് ഇത്? അപ്പൊ എല്ലാം കണ്ടുപിടിച്ചാണ്. പിന്നെ കണ്ടുപിടിക്കാതെ ലാസ്റ്റത്തെ മൊബൈൽ ഫോണാ. കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഓ മൈ ഗോഡ്. അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ അൺബോക്സ് ചെയ്താലോ ഹിബ? ബേബി ഉണ്ട് അൺബോക്സ് ചെയ്യാൻ. ഓക്കെ, എന്നാലും ഫസ്റ്റ് ഏതാ എടുക്കേണ്ടത്? ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ചെറിയ ഗിഫ്റ്റ് ആണ്.